ഹായ്, ഞാൻ ഡോക്ടർ ഫോക്സ്. ഏതായാലും നമ്മളിപ്പോ അൺറിയൽ എഞ്ചിൻ ഗെയിം ഡെവലപ്മെന്റ് സ്റ്റാർട്ടർ സീരീസിന്റെ നാലാമത്തെ വീഡിയോ ആണിത്. നാലാമത്തെ വീഡിയോ ആണെങ്കിലും മൂന്നാമത്തെ പാർട്ടാണിത്. ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് സ്ലോ പാർട്ടാണ്. സ്ലോ പാർട്ട് പറഞ്ഞാല് നമ്മളൊന്ന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ പെട്ടെന്നൊരു ഗെയിം ഒന്നും ഉണ്ടായിരുന്നു, പെട്ടെന്നൊരു ചേഞ്ച് സംഭവിക്കുന്ന ഒരു പാർട്ടല്ല. പക്ഷെ നമുക്ക് ഇനി മുന്നോട്ട് പോകാനുള്ളതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണെന്നുള്ളത്. നമ്മൾ ഔട്ട്ലൈനർ, നമ്മുടെ വ്യൂ പോർട്ടിന്റെ സൈഡിലിരിക്കുന്ന ഔട്ട്ലൈനറിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അവിടെ കുറച്ച് ഗ്രൂപ്പിംഗ് സിസ്റ്റം ഉണ്ട്. നമുക്ക് ഇന്ന സാധനങ്ങൾ ഒരു ഗ്രൂപ്പ് ആക്കി വെക്കണം. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിൽ ലാസ്റ്റ് പറയുന്ന പാരന്റ് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയൊക്കെ നിങ്ങൾ ഇനി സ്കിപ്പ് ചെയ്ത് കളഞ്ഞാലും ആ എൻഡിൽ ഇരിക്കുന്ന ഗ്രൂപ്പിംഗ് സിസ്റ്റം നിങ്ങൾ കൃത്യമാക്കി മനസ്സിലാക്കിയിരിക്കണം. ബാക്കി കാര്യങ്ങളുടെ ആവശ്യമില്ല എന്നല്ല, അതിന്റെ അത്ര ആവശ്യമില്ല എന്ന് പറയാം. അപ്പൊ നമുക്കിനി ഇവിടെ കുറെ ലേഖ അടിപ്പിക്കേണ്ട, നേരെ ട്യൂട്ടോറിയലിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നിർത്തിയിരിക്കുന്നത് ഇവിടെ ആയിരുന്നു. ഒരു ലെവൽ ഉണ്ടാക്കി, നമ്മൾ ഒരു ചെറിയ ഗെയിം ഉണ്ടാക്കി. അപ്പോൾ ഈ സ്റ്റേജ് നിങ്ങൾ രണ്ടാമത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ, നിങ്ങൾ പിന്നെ അൺറിയൽ എഞ്ചിൻ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ വീണ്ടും നമ്മുടെ ആ അൺടൈറ്റിൽ മറ്റേ വലിയ ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ ഗ്രൗണ്ടാണ് ഓപ്പൺ ആയിട്ട് വരിക. ഈ ലെവൽ ആയിരിക്കില്ല ഓപ്പൺ ആയിട്ട് വരിക. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇനി ഗെയിം ഔട്ട് ഇറക്കി പോയാലും ഈ ലെവലിലേക്കായിരിക്കില്ല വരിക. ഇതാണ് നമ്മുടെ മെയിൻ മാപ്പ്, ഇതിലേക്കാണ് ഡീഫോൾട്ട് ആയിട്ട് ഓപ്പൺ ആക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് നമ്മൾ എഡിറ്റിൽ പോവുക. എഡിറ്റർ പ്രിഫറൻസ് അല്ല, പ്രൊജക്ട് സെറ്റിംഗ്സ്. ഇതൊരു പ്രൊജക്റ്റിന്റെ സെറ്റിംഗ്സ് ആണ്. അതെടുത്തതിന് ശേഷം താഴെ മാപ്സ് ആൻഡ് മോഡ്സ് നമുക്ക് കാണാൻ പറ്റും. അതെടുക്കുക. അതെടുത്തതിന് ശേഷം അവിടെ രണ്ട് സെറ്റിംഗ്സുകൾ ഉണ്ട്. ഡീഫോൾട്ട് മാപ്പ്, ഇതിന് ഹിഡൻ ആണെങ്കിൽ ഈ ഡീഫോൾട്ട് മാപ്പ് ഓപ്പൺ ആക്കുക. അതിൽ എഡിറ്റർ സ്റ്റാർട്ടപ്പ് മാപ്പും ഉണ്ട്, ഗെയിം ഡീഫോൾട്ട് മാപ്പ്. ഇത് രണ്ടും ഞാനിപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഓപ്പൺ വേൾഡ് എന്നായിരിക്കും അവിടെ ഉണ്ടാകുക. അത് മാറ്റിയിട്ട് നിങ്ങളുടെ ലെവൽ ഏതാണോ ഡീഫോൾട്ട് ആയിട്ട് വേണ്ടത്, ഇത് നമ്മൾ അൺറിയൽ എഞ്ചിൻ ഓപ്പൺ ആകുമ്പോൾ ഡീഫോൾട്ട് ആയിട്ട് ഏത് തുറക്കണോ അത്, ഇത് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് ലെവൽ തുറക്കണോ അത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെയിൻ മാപ്പ് എന്നൊക്കെ പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഒന്നിൽ കൂടുതൽ മാപ്പുകളിലേക്ക് ഒരു ഗെയിമിൻ്റെ ഉള്ളിൽ നിന്ന് പോകാം. ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു GTA ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ, ഒരു ഗെയിമിന്റെ ഒരു വേറെ സെഷനിലേക്ക് കയറി കഴിഞ്ഞാൽ, ആ വീടിൻ്റെ ഉള്ളിൽ ഒരു സെപ്പറേറ്റ് മാപ്പ് ആയിരിക്കും. അതേ ഒരു മാപ്പിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതായിരിക്കില്ല ഉൾഭാഗം. പിന്നെ വീണ്ടും പുറത്തിറങ്ങുമ്പോൾ പഴയ മാപ്പിലേക്ക് തിരിച്ചു വരും. അപ്പൊ നമ്മുടെ ആദ്യം തുടങ്ങുമ്പോഴുള്ള മെയിൻ മാപ്പ് ഏതാണോ വേണ്ടത്, ആ മാപ്പാണ് നമ്മൾ ഇവിടെ ഡീഫോൾട്ട് മാപ്പായിട്ട് ഓൺ ആക്കി വെക്കേണ്ടത്. സോ അത് ഓക്കെ അടിച്ച് നമ്മൾ ക്ലോസ് ചെയ്താൽ പിന്നെ നമ്മൾ അൺറിയൽ എഞ്ചിൻ ഓരോ പ്രാവശ്യം റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇതേ ലെവലിലേക്കായിരിക്കും തിരിച്ചു വരും. ഓക്കെ, അപ്പൊ നമുക്കിനി ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഈ ഔട്ട്ലൈനർ എന്നുള്ള ഏരിയയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇതിൽ കുറച്ച് ഗ്രൂപ്പിംഗ് മെത്തേഡുകളുണ്ട്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിംഗ് മെത്തേഡുകളുണ്ട്. ആ ഗ്രൂപ്പിംഗ് മെത്തേഡുകൾ ഏതൊക്കെ എന്നുള്ളത് കാണാൻ ഓരോന്നിനും ഓരോ യൂസ് കേസുകളുണ്ട്, ഓരോന്നിനും ഡിഫറൻസും സിമിലാരിറ്റീസും ഉണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫോൾഡർ സിസ്റ്റം ആണ്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് കണ്ടു. നമ്മുടെ ലൈറ്റിംഗ് ഒക്കെ കൂടി നമ്മൾ ഒരു ഫോൾഡറിന്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചിരുന്നു. അപ്പോൾ അത് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഈ സീനിൽ കുറച്ച് സിമിലർ ഒബ്ജക്ട്സുകൾ ഉണ്ട്. അതായത് നമ്മൾ ഈ ബോക്സസ് ഒക്കെ നമ്മുടെ ബ്രിഡ്ജിന്റെ പാർട്ടാണ് അല്ലേ. ഈ ബോക്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ താഴെ കിടക്കുന്ന രണ്ട് സ്റ്റെയറും നമ്മുടെ ബ്രിഡ്ജിന്റെ പാർട്ടാണ്. അപ്പോൾ അതിൽ ഈ ബോക്സസ് നമുക്ക് ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിലേക്കാക്കാം. നമ്മൾ അത് ഇവിടുന്ന് വെച്ച് സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടുന്ന് ഒരുമിച്ചാണെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ നമ്മൾ സാധാരണ ഒരു ഫോൾഡറിൽ സെലക്ട് ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ അവിടെ വരെയുള്ളത് സെലക്ട് ആവും. ഇനി ഇതും സെലക്ട് ചെയ്യണമെന്നാണെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഇത് രണ്ടും നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ ആഡ് ചെയ്തതിൽ ഒന്നും കൂടി കൺട്രോൾ ചെയ്ത് ക്ലിക്ക് ചെയ്താൽ ആഡ് ചെയ്തതെന്ന് ഒഴിവാകും. അതായത് ഇവിടുന്ന് ഇവിടെ വരെയുള്ളതിൽ ഇത് വേണ്ടെന്നാണെങ്കിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് ഇതെടുത്ത് ഒഴിവാക്കാം. എനിക്കത് വേണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു ഫോൾഡർ ആക്കാം. ഇത് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഫോൾഡർ, ഈ പ്ലസും ഫോൾഡറുള്ള ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ന്യൂ ഫോൾഡറായി. നമുക്ക് അതിൻ്റെ പേരൊന്ന് മാറ്റി F2 ബട്ടൺ അടിക്കുക. അതൊന്ന് സെലക്ട് ചെയ്തിട്ട് F2 ബട്ടൺ അടിക്കുക. എന്നിട്ട് നമുക്ക് ബ്രിഡ്ജ് എന്ന് പേരിടാം. അതേപോലെ തന്നെ ഈ രണ്ട് ബ്രഷ് നമ്മുടെ ഈ രണ്ട് സ്റ്റെയേഴ്സ് ആണ്. ഈ രണ്ട് സ്റ്റെയേഴ്സും ഇതിന്റെ ഭാഗം തന്നെയാണ്. സോ ഇതെടുത്തിട്ട് നമുക്ക് വേറൊരു ഫോൾഡറിലേക്ക് ആക്കാം. അത് രണ്ടും ഞാൻ കൺട്രോൾ ഞെക്കിയിട്ട് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഒന്ന് ഫോൾഡർ ആക്കി. എന്നിട്ട് നമുക്ക് അതിന്റെ പേര് സെലക്ട് ചെയ്തിട്ട് F2 അടിക്കാം. സ്റ്റെയേഴ്സ് എന്നിടാം. ഈ സ്റ്റെയേഴ്സ് ഇപ്പോൾ നമ്മുടെ ബ്രിഡ്ജിന്റെ പാർട്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റെയേഴ്സ് എന്നുള്ള ഫോൾഡർ എടുത്തിട്ട് നേരെ ബ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിടുന്നു. ഇപ്പോൾ ബ്രിഡ്ജിൽ നമ്മൾ ആദ്യം തന്നെ ഈ ഫോൾഡറിന്റെ ഉള്ളിൽ ഒരു സാധനം ആഡ് അല്ലെങ്കിൽ ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ആക്കണമെങ്കിൽ ചുമ്മാ അവിടെ കൊണ്ടുപോയിട്ടാൽ മതി.
ആ കൊണ്ടുപോയിടുമ്പോൾ ഞാനിപ്പോൾ സ്റ്റെയർസ് എടുത്ത് അവിടെ കൊണ്ടുപോയിടാണ്. ആ ബ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിടുമ്പോൾ അതിൻ്റെ ഉള്ളിലെ മറ്റൊരു ഫോൾഡർ ആയിട്ട് സ്റ്റെയർസ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇത്രയും ആയതിനു ശേഷം ഞാനൊന്ന് സേവ് ഓൾ അടിക്കുകയാണ്. ഇത്രയും ആയതൊന്ന് സേവ് ആയി കിടക്കാൻ. ഇതാണ് അൺറിയൽ എഞ്ചിന്റെ ഔട്ട്ലൈനറിലെ ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഗ്രൂപ്പിംഗ്. ഒരു ഫോൾഡർ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലേക്ക് ആക്കുക. രണ്ടാമത് മറ്റൊരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പിംഗ് ഉണ്ട്. അത് കാണാൻ നമ്മൾ നമ്മുടെ ബ്രിഡ്ജസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിൽ ക്യൂബ് സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഈ ഒരു 3 ബോക്സസ് നമ്മുടെ വ്യൂ പോർട്ടിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്ന് F അടിക്കുന്നു. ഈ 3 ബോക്സസ് നമുക്കൊരു ഗ്രൂപ്പ് ആക്കണം എന്ന് വിചാരിക്കുക. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും നമുക്കതൊരു ഗ്രൂപ്പ് ആക്കണം എന്ന് വിചാരിക്കുക. നമ്മളതിന് നോർമലി ഫോട്ടോഷോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഫോൾഡർ ഉണ്ടാക്കാൻ Ctrl+G ഷോർട്ട് കട്ട് ഉണ്ടല്ലേ, അതേ Ctrl+G ഷോർട്ട് കട്ട് നമ്മൾ ഇവിടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ സാധനം ഉണ്ടായി. താഴെ ഗ്രൂപ്പ് ആക്ടർ എന്ന് പറഞ്ഞൊരു പുതിയൊരു ഒബ്ജക്റ്റ് ഉണ്ടായി. ഇനി ഞാൻ വേറെ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പ് ആക്ടർ വേണമെങ്കിൽ ഞാനൊന്ന് സെലക്ട് ചെയ്ത് നോക്കിയാൽ എനിക്കത് ഈ 3 ബോക്സസും വീണ്ടും സെലക്ട് ആവും. ഈ ഗ്രൂപ്പ് ആക്ടർ തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല. ഈ ബോക്സിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താലും അത് 3ഉം കൂടെയാണ് ഒരുമിച്ച് സെലക്ട് ആവുക. അതായത് ഇതെല്ലാം കൂടി ഒരു ഒറ്റ ഗ്രൂപ്പാക്കി സെറ്റ് ചെയ്ത്. നിങ്ങൾ പ്രീമിയർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീമിയറിലെ ഗ്രൂപ്പ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഇനി ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകണം, അതായത് നമുക്ക് ഇതിനെ മാത്രം സെലക്ട് ചെയ്യണം എന്നാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്തിറങ്ങണം. ഈ ഗ്രൂപ്പ് ആക്ടറോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തതിനു ശേഷം Shift+G അടിച്ചു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഇല്ലാണ്ടാവുകയും ചെയ്യും. ഞാനൊന്ന് Ctrl+Z അടിക്കുകയാണ്. Ctrl+Z നമ്മുടെ ഗ്രൂപ്പ് ആക്ടർ തിരിച്ച് കിട്ടുന്നില്ലെങ്കിൽ നമുക്കൊന്നുകൂടി അത് സെലക്ട് ചെയ്ത് Ctrl+G അടിക്കാം. ഇനി നമുക്ക് ഈ ഗ്രൂപ്പ് ആക്ടർ തൽക്കാലത്തേക്ക് ഓഫ് ആക്കിയാൽ മതിയെങ്കിൽ Ctrl+Shift+G അടിച്ചാലും മതി. അപ്പോൾ ആ ഗ്രൂപ്പ് അവിടെ തന്നെ ഉണ്ട്, പക്ഷെ അത് താൽക്കാലികമായിട്ട് ഓഫ് ആക്കി നമ്മൾ അത് 3ഉം സെലക്ട് ചെയ്ത് ഒന്നും കൂടി Ctrl+Shift+G അടിച്ചാൽ അത് തിരിച്ച് ഓൺ ആവുകയും ചെയ്യും. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഗ്രൂപ്പുകളിൽ ഞാൻ ഏറ്റവും കുറവ് യൂസ് ചെയ്യുന്നത് ഈ ഗ്രൂപ്പിംഗ് സിസ്റ്റമാണ്. എനിക്ക് വളരെ കുറവേ ഇത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ ഇതുവരെ ആയിട്ട്. ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ ഒരുമിച്ചെടുത്ത് ഹൈഡ് ചെയ്യാനും വേണ്ടിയാണ് ഞാനത് അധികവും യൂസ് ചെയ്തിട്ടുള്ളൂ. അതും വല്ലപ്പോഴും മാത്രം. ബാക്കിയുള്ള ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിനേക്കാൾ വളരെ കുറവ് യൂസ് ഇതിനാണെന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് ലെയറിംഗ് ആണ്. ലെയേഴ്സിനെ പറ്റി നിങ്ങൾ ഫോട്ടോഷോപ്പിലോ ആഫ്റ്റർ എഫക്ട്സോ യൂസ് ചെയ്ത് വരുന്നവരാണെങ്കിൽ ആ ലേയേഴ്സിനെ പറ്റി ടോട്ടലി അങ്ങ് മറന്നേക്ക്. ആ ലേയേഴ്സും ഈ ലേയേഴ്സും തമ്മിൽ ഡിഫറെൻ്റ് ആണ്. ഇവിടെ ലെയർ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് മുന്നിൽ ഇതാണ് ബാക്കിൽ ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു 3D വേൾഡ് ആണ്. നമ്മളിപ്പോൾ ഇവിടെ പോയി നിന്നാൽ ഇതാണ് ഫ്രണ്ട്, ഇവിടെ പോയി നിന്നാൽ ഈ സ്റ്റെയർ ആണ് ഫ്രണ്ട്, ഇത് ബാക്കിലാണ്. നമ്മൾ അവിടെ പോയി നിന്നാൽ ഇത് ഫ്രണ്ടിൽ അത് ബാക്കിൽ. അതായത് ഇവിടെ ലെയർ സിസ്റ്റത്തിൽ നമ്മൾ ഇതാണ് ഫ്രണ്ട് ബാക്ക് എന്ന് എഴുതി കൊടുക്കേണ്ട ആവശ്യം 3Dയിലില്ല. പിന്നെ ഇവിടെ ലെയറിങ് യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ചെയ്യാനും ഈ ഗ്രൂപ്പായിട്ട് ഹൈഡ് ചെയ്യാനും ഒക്കെ തന്നെയാണ്. പക്ഷെ വേറെ കുറച്ച് ഉപയോഗങ്ങളും കൂടി ഈ ലെയറിന് വരുന്നുണ്ട്. അത് ഉദാഹരണത്തിന് നമ്മളിത് ഹൈഡ് ചെയ്ത് വെച്ച് ഇങ്ങനെ 2-3 ബോക്സ് ഹൈഡ് ചെയ്ത് വെച്ച് ഈ ബോക്സിന്റെ മുകളിൽ സ്റ്റെപ്പ് ഓൺ ചെയ്യുമ്പോൾ ഇത് ഓൺ ആക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെയർ പിന്നീട് പ്രോഗ്രാം ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഏതായാലും അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഈ ഗ്രൂപ്പ് 1 ആക്ടർ ഞാൻ എടുത്ത് കളയാണ്. Shift+G, നമ്മൾ Ctrl+G വെച്ചിട്ടാണ് ഗ്രൂപ്പ് ചെയ്തത്. Shift+G വെച്ചാൽ നമുക്കത് കളയാം. ഇനി ഇത്രയും ഒബ്ജക്റ്റ് നമുക്ക് ലെയർ ആക്കാനും വേണ്ടി നമ്മൾ ആദ്യം ഒരു ലെയർ പാനൽ കൊണ്ടുവരണം. വിൻഡോയിൽ പോയിട്ട് നമ്മൾ ലെയേഴ്സ് എന്ന ഈ പാനൽ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക്, ഞാനിവിടെ ഡോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി അഥവാ പുറത്തെവിടെങ്കിലാണ് വന്നതെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഡോക്ക് ചെയ്ത് വെക്കുക. ഇപ്പം അതിൽ ബ്ലാങ്ക് ആണ്. നമ്മൾ ഇതുവരെ ഒരു ലെയറും കൊടുത്തിട്ടില്ല. ചില സമയത്ത് നിങ്ങൾ എങ്ങനെയാണോ പ്രൊജക്ട് ഉണ്ടാക്കിയെന്നുള്ളതനുസരിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മുമ്പ് പ്രൊജക്ട് ഉണ്ടാക്കുന്നതിൽ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് കുറച്ച് സെറ്റിങ്സുകൾ ആക്കും എന്ന് പറഞ്ഞതിൽ ഒരു സെറ്റിങ്സ് ഈ ലെയർ ആയിരിക്കും. ചിലപ്പോൾ അവിടെ ഡീഫോൾട്ട് എന്ന് പറഞ്ഞൊരു ലെയർ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഉണ്ടാവില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിപ്പോൾ എന്ന് പറയുന്നത് മുന്നോട്ട് പോകും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ലെയർ ഉണ്ടാക്കാം. ഔട്ട്ലൈനറിന്റെ അപ്പുറത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ലെയേഴ്സിൽ പോയിട്ട് റൈറ്റ് ക്ലിക്കിൽ പോയപ്പോൾ രണ്ട് ഓപ്ഷൻസേ നമുക്ക് അവിടെ ഉള്ളൂ. ഒന്ന് ക്രിയേറ്റ് എംപ്റ്റി ലെയർ, രണ്ടാമത് ആഡ് സെലക്ടഡ് ആക്ടേഴ്സ് ടു ന്യൂ ലെയർ എന്നാണുള്ളത്. ഈ സെലക്ടഡ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സീനിൽ ഇപ്പോൾ അൺറിയൽ എഞ്ചിനിലെ സീനിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഓരോ ആക്ടേഴ്സ് ആണ്. ഇവിടെ മെഷ് ഒബ്ജക്റ്റ് എന്നൊന്നുമല്ല വിളിക്കുക, ആക്ടേഴ്സ് എന്നാണ് വിളിക്കുക. ഇപ്പൊ ഈ സ്റ്റെയർ ഒരു ആക്ടറാണ്, ഈ ഫ്ലോർ ഒരു ആക്ടറാണ്, ഈ ബ്രിഡ്ജ് ഒരു ആക്ടറാണ്. ഇതിന് നമ്മളിവിടെ പ്രയർ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സാധനം ഇട്ടല്ലോ, ഇതൊരു ആക്ടറാണ്. ഇവിടെ ലൈറ്റ് ഉണ്ട്, അത് ആക്ടറാണ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇവിടുന്ന് വലിച്ചിട്ടുന്നത് എല്ലാം ഇവിടെ ആക്ടേഴ്സ് ആണ്. സോ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 ആയിക്കോട്ടെ, ഈ 3 നമുക്കൊരു ലെയറിലേക്ക് ആക്കണമെങ്കിൽ റൈറ്റ് ക്ലിക്കിൽ ആഡ് സെലക്ടഡ് ടു ന്യൂ ലെയർ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു എംപ്റ്റി ലെയറിൽ ഒരു ആക്ടറും ആഡ് ആവാത്ത ഒരു എംപ്റ്റി ലെയർ ഉണ്ടാക്കാം. സോ ഞാനിപ്പോൾ തൽക്കാലം ഒരു എംപ്റ്റി ലെയർ ഉണ്ടാക്കാണ്. ആ എംപ്റ്റി ലെയറിന് ഇപ്പോൾ തൽക്കാലം നമുക്ക് ബ്രിഡ്ജ് എന്ന് പേരിടുകയും ചെയ്യാം. ബ്രിഡ്ജ് ഫസ്റ്റ് ബോക്സസ് എന്ന് പറഞ്ഞ് ഞാനൊരു പേരിട്ട് വെക്കുകയാണ്.
ഈ 3 ബോക്സസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ആവണം. ഇപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഹൈഡും അൺഹൈഡും ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. കാരണം ഈ ബോക്സസ് ഒന്നും ഈ ലെയറിലേക്ക് ആഡ് ആയിട്ടില്ല. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്കിൽ ആദ്യം നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യണം ഏതൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് വ്യൂ പോർട്ട് ഒന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഔട്ട്ലൈനറിൽ പോയിട്ട് ഈ ബോക്സ് ഏതാ, ഈ 3 ബോക്സ് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്താലും മതി. ഇത് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ലെയറിൽ പോയിട്ട് റൈറ്റ് ക്ലിക്കിൽ ആഡ് സെലക്റ്റഡ് ആക്ടേഴ്സ് ടു സെലക്റ്റഡ് ലെയേഴ്സ്. ഇപ്പൊ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഗ്രേഡ് ഔട്ട് ആയി. ഇത് പുതിയ ലെയർ ഉണ്ടാക്കാനാണ് അവർക്ക് വേണ്ടി. ഇത് ഇപ്പൊ സെലക്ട് ചെയ്തതിനെ ലെയർ ഈ സെലക്റ്റഡ് ലെയറിലേക്ക് ആഡ് ചെയ്യാനും വേണ്ടിയാണ്. നമുക്ക് അതാണ് ഇപ്പൊ വേണ്ടത്. നമ്മൾ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ആ 3 ഈ ലെയറിന്റെ ഉള്ളിലുള്ളത്. എനിക്കിത് ഹൈഡ് ചെയ്യാം, അൺഹൈഡ് ചെയ്യാം. ഇതേ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് എന്ത് ടൈപ്പ് ആക്ടറും നമുക്ക് ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ ലൈറ്റും ഈ കാർമേഘങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ക്ലൗഡ്സും ഇതൊക്കെ ഉണ്ടാക്കിയത്, ഇതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. വേറൊരു ലെയറിൽ വേണമെങ്കിൽ നൈറ്റിലെ ലൈറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ ഗെയിം പെട്ടെന്ന് നൈറ്റായി മാറണമെന്നുണ്ടെങ്കിൽ ഒരു ലെയർ മാറി മറ്റേ ലെയർ ഓൺ ആക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഈ ലെയർ ഗ്രൂപ്പിങ്ങിനുണ്ട്. മാത്രമല്ല നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഒബ്ജക്റ്റ് ഈ നമ്മുടെ ഓൾറെഡി ആവശ്യത്തിലേറെ സാധനം കിടക്കുന്ന ഔട്ട്ലൈനറിന്റെ ഉള്ളിൽ ഉണ്ടാവുകയില്ല. സോ വെറും ഹൈഡും അൺഹൈഡും മാത്രമാണെന്ന് വിചാരിക്കരുത്. ഇനി നമുക്ക് ബാക്കി 3 കൂടി സെലക്ട് ചെയ്തിട്ട് അതിനൊരു ലെയർ ഉണ്ടാക്കാം. ഇപ്രാവശ്യം ഞാൻ ലെയർ ഉണ്ടാക്കുമ്പോൾ റൈറ്റ് ക്ലിക്കിൽ എംറ്റി ലെയർ ഉണ്ടാക്കുകയല്ല, ആഡ് സെലക്റ്റഡ് ആക്ടേഴ്സ് ടു ന്യൂ ലെയർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടാക്കുകയാണ്. അതായത് ഓട്ടോമാറ്റിക്കായി അതിലേക്ക് ആഡ് ആയിക്കോളും. ഞാൻ ആഡ് ചെയ്തുകൊണ്ട് ഒരു ലെയർ ഉണ്ടാക്കുകയാണ്. ഇത് നമുക്ക് ബ്രിഡ്ജ് ലാസ്റ്റ് ബോക്സസ്, ടെക്നിക്കലി നേരെ ഓപ്പോസിറ്റ് ആണ് തോന്നുന്നു നമ്മൾ നിൽക്കുന്ന ആംഗിൾ വെച്ചിട്ട്. ഓക്കെ, ഏതായാലും അങ്ങനെ ഒരു ലെയറും കൂടി ഉണ്ടാക്കി വെച്ചു. ഇപ്പോൾ ഈ ലെയർ ഇതാണ്, ഇത് ബാക്കി ഈ ബോക്സസ് ആണ്. ഇനിയിപ്പോൾ ഈ 2 ലെയേഴ്സ്, ഇത്രയും ഒബ്ജക്ട്സുകൾ ഈ 2 ലെയേഴ്സിന്റെ ഉള്ളിലാണെന്ന് വിചാരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇതും ഈ തൽക്കാലം ഇതിന്റെ ഉള്ളിൽ നിന്ന് 2 എടുക്കുന്നുള്ളൂ. ഞാൻ ഇത് വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചൊരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ലെയർ ഒക്കെ ഉണ്ടാക്കാം. എന്നാലും ഇത്രയും എടുത്തുകൊണ്ട് ഞാനൊന്ന് റൈറ്റ് ക്ലിക്കിൽ പുതിയൊരു ഇത് ഉണ്ടാക്കുകയാണ്. അത് നമ്മുടെ ബ്രിഡ്ജാണ്. ഓക്കെ, അങ്ങനെ 3 ലെയേഴ്സ് ഉണ്ടായി. ഇനി ഞാൻ ഇതിൽ ഏതെങ്കിലും ഹൈഡ് ചെയ്യുമ്പോൾ മറ്റത് രണ്ടും പോകുന്നത് കാണുന്നില്ല. കാരണം ഇത് നമ്മൾ ഹിഡൻ ആണ്, പക്ഷെ ഈ ബ്രിഡ്ജിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റ് ഒക്കെ വിസിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ നമുക്കത് ഹൈഡ് ചെയ്യണമെങ്കിൽ ഇത് 2 കൂടെ ഹൈഡ് ചെയ്യണം. ഇത് 3 കൂടി ഹൈഡ് ചെയ്താലേ ഇത്രയും സാധനങ്ങൾ അവിടെ നിന്ന് പോവുള്ളൂ. അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പം അത്ര ക്ലിയർ ആയിട്ടില്ലെങ്കിലും വലിയ വിഷയമൊന്നും ഇല്ല. കാരണം നമ്മൾ ലെയർ സിസ്റ്റം നമ്മൾ ഈ സീരീസിലെ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എന്നാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മൾ ഈ ക്ലാസ്സിലെ അവസാനത്തെ ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിലേക്ക് നോക്കുകയാണ്. പക്ഷേ ഇത് മാത്രമൊന്നല്ല, ഇനിയും ഗ്രൂപ്പിംഗ് സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിംഗ് സിസ്റ്റം ഇതാണ്. അതിനുവേണ്ടി നമുക്ക് തൽക്കാലം ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. ലൈറ്റ് ഹൈഡ് ചെയ്യേണ്ട, നമുക്ക് കാണണം. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കൊരു ക്യൂബ് ഇടാം, ഒരു സ്ഫിയർ ഇടാം, ഒരു സിലിണ്ടർ ഇടാം, ഒരു കോൺ ഇടാം, ഒരു പ്ലെയിൻ ഇടാം. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ 2 ഫ്ലോറും കൂടി ഈ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെക്കുകയാണ്. ഫ്ലോറും അതേപോലെ തന്നെ നമ്മുടെ പ്ലെയർ സ്റ്റാർട്ടും നമുക്കിത് മാത്രം ഇവിടെ കാണാൻ വേണ്ടി. എന്നാൽ നമുക്ക് വലിയ അടങ്ങാറില്ലാതെ നമ്മുടെ ഔട്ട്ലൈനറിൽ ഇത് മാത്രം കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടു. എല്ലാം നമ്മുടെ ഔട്ട്ലൈനറിൽ തന്നെ ഉണ്ട്. ആരും ഇപ്പോൾ ഗ്രൂപ്പ് അല്ല, അതുകൊണ്ട് തന്നെ ആരെയും ചെയ്യുന്നതൊന്നും മറ്റൊരാളെ എഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പും പരസ്പരം എഫക്റ്റ് ഒന്നും ചെയ്യൂല. പക്ഷെ ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന ഗ്രൂപ്പിങ്ങിന് പാരന്റിങ് സിസ്റ്റം എന്നൊരു വേർഡ്. അപ്പോൾ ഞാൻ തൽക്കാലമൊക്കെ നമ്മുടെ ഈ സിലിണ്ടർ എടുത്ത് നമ്മുടെ ക്യൂബിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടാണ്. ക്യൂബിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുമ്പോൾ ഞാൻ ഈ സിലിണ്ടറിനെ ക്ലിക്ക് ചെയ്ത് ഇവിടെ പോകുമ്പോൾ നമുക്ക് അവിടെ കാണാം ഒരു ടിക്ക് ബട്ടണാണ്. നമ്മുടെ മൗസിൻ്റെ ചിത്രം അവിടെ അതൊന്ന് ചെറുതായിട്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പച്ച ടിക്ക് ബട്ടണും നമ്മുടെ ക്യൂബിൻ്റെ പേരും കാണാം. ആ പേരിൻ്റെ കൂടെ ടിക്ക് ബട്ടൺ വരുമ്പോൾ ഇവിടെ ആകുമ്പോൾ അത് ഒരു വാണിംഗ് ചിഹ്നം, വാണിംഗ് അല്ല, നമ്മുടെ സിഗ്നൽ ചിഹ്നം പോലുള്ള സാധനമാണ്, നോട്ട് ചിഹ്നമാണ്. അതല്ലാതെ ഇവിടെ കൊണ്ടുവന്നിടുമ്പോൾ ആ ടിക്ക് ബട്ടൺ ഓക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ലീവ് ചെയ്യാം എന്ന് പറയുന്നു. സോ നമ്മൾ അവിടെ കൊണ്ടുപോയി ലീവ് ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, നമ്മുടെ സിലിണ്ടർ ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ടേക്ക് നീങ്ങി നിന്നു. പിന്നെ നമ്മുടെ ക്യൂബിൻ്റെ പുറത്ത് ഈ ഫോൾഡറിനൊക്കെ ഉള്ളതുപോലെ ഇങ്ങനെ തുറക്കാനും കൊളാപ്സ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഈ ഒരു ഏരോ മാർക്ക് ഇവിടെയും വന്നത് കാണാം. അത് ഞാനിപ്പോൾ ഒന്ന് കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബിൻ്റെ
ഉള്ളിലാണ് ആ സിലിണ്ടർ ഇരിക്കുന്നതെന്ന് മനസ്സിലാവും. ഇനി ഞാൻ ആ സിലിണ്ടർ എടുത്ത് മൂവ് ചെയ്താൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എനിക്ക് ക്യൂബിനെയും സിലിണ്ടറിനെയും ഇങ്ങനെ എവിടെ പോയാലും സെപ്പറേറ്റ് സെലക്ട് ചെയ്യാനും പറ്റും. പിന്നെ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ സിലിണ്ടറിനെ മാറ്റുമ്പോൾ ഒരു ചേഞ്ച് ഇല്ലാത്തതുപോലെ അല്ല നമ്മളിപ്പോൾ ക്യൂബിനെ എടുത്ത് മാറ്റുകയാണെങ്കിൽ, ക്യൂബിനെ എടുത്ത് ഞാനൊന്ന് നീക്കി കഴിഞ്ഞാൽ കൂടെ നമ്മുടെ സിലിണ്ടറും പോകുന്നത് കാണാം. ഇതിന് നമ്മൾ ഇപ്പൊ ഈ ഇരിക്കുന്ന സ്ട്രക്ചറിൽ ക്യൂബ് നമ്മുടെ പേരന്റ് ആണ്, അതിന്റെ ചൈൽഡ് ആണ് നമ്മുടെ സിലിണ്ടർ. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങോട്ട് പറയുന്നത് ഞാൻ കുറച്ച് സ്ലോ ആക്കി പറയുകയും ചെയ്യും, നല്ല ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഈ ക്യൂബ് നമ്മുടെ പേരന്റ്, അതിന്റെ ചൈൽഡ് സിലിണ്ടർ. ഞാൻ മറ്റൊരു ഒബ്ജക്റ്റും കൂടി, നമ്മുടെ കോണും കൂടി ക്യൂബിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിടുകയാണെങ്കിൽ ക്യൂബിന് ഇപ്പോൾ 2 ചൈൽഡ് ആണുള്ളത്. ക്യൂബിന് കോൺ എന്നൊരു ചൈൽഡും ഉണ്ട്, സിലിണ്ടർ എന്നൊരു ചൈൽഡും ഉണ്ട്. ഇനി ഞാൻ ക്യൂബിന് എന്തെങ്കിലും മാറ്റം വരുത്തുകയാണ്, മൂവ് ചെയ്യേ, റൊട്ടേറ്റ് ചെയ്യേ, അല്ലെങ്കിൽ സ്കെയിൽ ചെയ്യേ, നമ്മൾ സ്പേസ് അടിച്ചിട്ട് സ്കെയിൽ ചെയ്യേ, എന്ത് ചെയ്താലും കൂടെ ക്യൂബ് മാത്രമല്ല അതിന്റെ ചൈൽഡ് ആയിട്ടുള്ള 2 ഒബ്ജക്റ്റുകളും മൂവ് ചെയ്യുന്നത് കാണാം. ഈ 3 കാര്യങ്ങൾക്ക് മാത്രമേ, ട്രാൻസ്ഫോം, സ്കെയിൽ, റൊട്ടേഷൻ. വേറെ ചില കാര്യങ്ങളുണ്ട്, പക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് ഈ 3 കാര്യങ്ങൾ. നമ്മൾ പൊസിഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ലൊക്കേഷൻ ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, സ്കെയിൽ ചെയ്യുന്നു. ഇനി ഞാൻ ഇതിലെ സ്ഫിയർ എടുത്തിട്ട് നമ്മുടെ സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നതാണ്. ഇപ്രാവശ്യം ക്യൂബ് എന്നുള്ളതല്ല, മൂവ് ടു സിലിണ്ടറിന്റെ ഉള്ളിലേക്ക്. ഇപ്പോൾ ഈ സ്ട്രക്ചർ ഒന്ന് നോക്കുകയാണെങ്കിൽ ക്യൂബിന് 2 കുട്ടികളുണ്ട്, കോണും സിലിണ്ടറും. കോണും സിലിണ്ടറും അപ്പോൾ സിബ്ലിങ്സ് ആണ്, സഹോദരങ്ങളാണ്. സഹോദരങ്ങൾ പരസ്പരം ഒന്നും ചെയ്യണമെന്നില്ല. ഞാൻ ഇവ നീങ്ങി വിചാരിച്ച് നമ്മുടെ സിലിണ്ടർ നീങ്ങിക്കൊള്ളണമെന്നില്ല. പക്ഷെ ക്യൂബ് 2 പേരുടെയും പേരന്റ് ആയതുകൊണ്ട് തന്നെ ക്യൂബ് നീങ്ങിയാൽ സഹോദരങ്ങൾ ആയിട്ടുള്ള, കുട്ടികളായിട്ടുള്ള 2 സഹോദരങ്ങളും നീങ്ങണം. അതിലൊരു സഹോദരനോ സഹോദരിയോ ആരായാലും സിബ്ലിങ്ങിന് ഒരു കുട്ടിയും കൂടി ഉണ്ട്, സ്ഫിയർ എന്നുള്ളത്. സോ സിലിണ്ടർ നീങ്ങിയാൽ സ്ഫിയർ നീങ്ങണം, മറ്റവൻ നീങ്ങിക്കൊള്ളണമെന്നില്ല, കാരണം സിലിണ്ടറിന്റെ കുട്ടിയാണ് സ്ഫിയർ. സ്ഫിയർ നീങ്ങുമ്പോൾ ആരും നീങ്ങണമെന്നില്ല, കാരണം സ്ഫിയർ ചെറിയ കുട്ടിയാണ്, കുട്ടികൾക്ക് അത്ര വലിയ തലല്ലാത്തതുകൊണ്ട് കുട്ടിയുടെ താളത്തിനൊത്താരും തുള്ളണ്ട. ഇനി ക്യൂബ് നീക്കുമ്പോൾ സിലിണ്ടർ നീങ്ങുന്നുണ്ട്, സിലിണ്ടർ നീങ്ങുന്നത് കൊണ്ട് കുട്ടിയെ നീങ്ങണം. ഇതാണ് പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ ഇതിൽ നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും ക്യൂബും പ്ലെയിനും സിബ്ലിങ്സ് ആണ്. ക്യൂബും പ്ലെയിനിന് കുട്ടികളില്ല, പേരക്കുട്ടികളില്ല. എന്നാൽ ക്യൂബിനിപ്പോ 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികളിൽ ഒരാൾക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ പേരക്കുട്ടി, വല്യാപ്പ അല്ലെ വല്യമ്മ, 2 മക്കൾ, ഉപ്പ, ഇത് മാമൻ, അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെ വേണേലും വിളിക്കാവുന്ന ഒരു ഫാമിലി സിസ്റ്റം ആണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സിസ്റ്റം എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിൽ ഒരൊറ്റ റൂളേ ഉള്ളൂ. പാരന്റ് മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ പാരന്റ് റൊട്ടേറ്റ് ചെയ്യാം, സ്കെയിൽ ചെയ്യാം, നീങ്ങാം. ഈ ഏത് ട്രാൻസ്ഫോം നടന്നാലും കൂടെ ചൈൽഡ് പോയിക്കൊള്ളണം എന്നുള്ള ഒരൊറ്റ നിർബന്ധം മാത്രമേ ഉള്ളൂ. ചൈൽഡ് മൂവ് ചെയ്യുമ്പോൾ ആൾ മൂവ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് എങ്ങനെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആവുന്നുള്ളതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ നാളെ നമ്മൾ കാണാൻ പോകുന്ന, നാളെ മീൻസ് നെക്സ്റ്റ് ട്യൂട്ടോറിയലിൽ തന്നെ നമ്മൾ കാണും. ഇതിലെ എന്താണ് ഈ പാരന്റിങ് സിസ്റ്റം ഇങ്ങനെ ആയതിൻ്റെ ഇമ്പോർട്ടൻസ്. അത് തന്നെ ശ്രദ്ധിക്കുക. സാധാരണ നമ്മളിപ്പോൾ ഈ സിലിണ്ടർ ഞാൻ റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ റൊട്ടേഷനിലേക്ക് എടുക്കുകയാണ്, സ്പേസിലേക്ക് റൊട്ടേഷൻ ആക്കി എടുക്കുകയാണെങ്കിൽ അതിന്റെ സെന്റർ പോയിന്റ് എന്നാണ് നമുക്ക് ഈ സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഈ ക്യൂബ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കൂടെ നമ്മുടെ സിലിണ്ടറും റൊട്ടേറ്റ് ആകുന്നുണ്ട്. പക്ഷെ ആ റൊട്ടേഷൻ സംഭവിക്കുന്നതിന്റെ സെന്റർ പോയിന്റ് ഇരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു പിന്ന് കുത്തി വെച്ച്, നമ്മുടെ ക്യൂബിന്റെ മുകളിൽ ഒരു പിന്ന് കുത്തി വെച്ച് റൊട്ടേറ്റ് ചെയ്തതുപോലെയാണ് റൊട്ടേറ്റ് ആകുന്നത്. അല്ലാതെ നമ്മുടെ സിലിണ്ടറിന്റെ സെന്റർ പോയിന്റ് നല്ല റൊട്ടേഷൻ സംഭവിക്കുന്നത്. സ്ഫിയറിൽ പിന്നെ എനിക്ക് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാൻ വകുപ്പില്ലാത്തതുകൊണ്ടാണ്, കണ്ടാലും മനസ്സിലാവില്ല, റൊട്ടേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കോണിന് നമ്മൾ ഇവിടെ വെച്ച് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സെന്റർ പോയിന്റ് എന്നാണ് അത് റൊട്ടേറ്റ് ആകുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇതിന്റെ പാരന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ നമ്മുടെ പാരന്റിന്റെ സെന്റർ പോയിന്റ് എന്നാണ് റൊട്ടേറ്റ് ചെയ്തത്. അത് നമുക്ക് ഇനിയിപ്പോൾ ഈ കോണിന്റെ ടോപ്പ് വെച്ച് റൊട്ടേറ്റ് ചെയ്യണമെന്നായിരുന്നു വിചാരിക്കും. അടിഭാഗം അങ്ങനെ ആടിക്കളിക്കുന്നത് പോലെ റൊട്ടേറ്റ് ചെയ്യണമെന്നാണെങ്കിൽ ഒരു പാരന്റ് നമ്മൾ ഈ കോണിന്റെ ടോപ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് അതിന്റെ ചൈൽഡാക്കി നമ്മൾ കോണിനെ വെച്ചാൽ നമുക്ക് ആ പാരന്റിനെ റൊട്ടേറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ ഈ പ്ലെയിൻ എടുത്ത് ആ കോണിന്റെ ടോപ്പിലേക്ക് ഒന്ന് കൊണ്ടുപോയി വെക്കുകയാണ്. കോണിന്റെ ടോപ്പിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ എല്ലാ ആംഗിളിൽ നിന്നും നോക്കിക്കൊണ്ട് തന്നെ ചെയ്യണം. ഒരാംഗിളിൽ 3D വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നോക്കിക്കൊണ്ടേ ചെയ്യണം. ഇനി ഇതിന്റെ ചൈൽഡായിട്ടാണ് ഞാൻ നമ്മുടെ കോണ് വെക്കുന്നതെങ്കിൽ പ്ലെയിനിന്റെ ചൈൽഡാക്കി വെക്കുകയാണ്. ഇനി ആ പ്ലെയിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്കെയിൽ ചെയ്യുമ്പോഴൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. റൊട്ടേഷനിലാണ് കാണാൻ എളുപ്പം. അതിന്റെ
ആങ്കർ പോയിന്റിൽ. നമ്മൾ കോണ് അല്ലാതെ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും സെന്റർ പോയിന്റിൽ നിന്നേ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ പ്ലെയിൻ എടുത്തിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ വെച്ചിട്ടാണ് ആ റൊട്ടേഷൻ സംഭവിക്കുന്നത്. അത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ആ ഒരു ലോജിക്ക് യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് വേണമെങ്കിൽ പ്ലെയിന് കാണണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ഇവിടെ സെർച്ചിൽ പോയിട്ട് വിസിബിലിറ്റി ഓഫ് ആക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പം നമുക്കൊരു ആങ്കർ പോയിന്റ് അവിടെ കിട്ടും. വിസിബിലിറ്റി ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആങ്കർ പോയിന്റ് മാത്രമായിട്ട് നമ്മുടെ പ്ലെയിനിനെ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വിസിബിലിറ്റി ഓഫ് ചെയ്യല്ലാതെ വേറെയും മെത്തേഡ്, വേറെ ഒബ്ജക്റ്റുകൾ ഉണ്ട്. നമുക്ക് വ്യൂ പോർട്ടിൽ കാണാത്ത ടൈപ്പ് ഓഫ് ഒരു ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ പിന്നീട് കാണും. ഏതായാലും പാരന്റിങ് സിസ്റ്റത്തിന് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. നമുക്ക് ആങ്കർ പോയിന്റ് നമ്മുടെ, അല്ലെങ്കിൽ ആക്സിസ് പോയിന്റ്, അല്ലെങ്കിൽ പിവറ്റ് പോയിന്റ്, സെൻട്രോയിഡ്, നമ്മൾ ഒരു 10-20 പേരിൽ വിളിക്കുന്ന ഈ സാധനം എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാനും നമുക്ക് ഈ പാരന്റിങ് സിസ്റ്റം എന്ന ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിലൂടെ യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ആനിമേറ്റ് ചെയ്യുന്ന ഒരേ ആനിമേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ നമുക്കിതിൽ ഒരു കാര്യം, നമ്മുടെ പാരന്റ് ആയിരിക്കുന്ന ഒന്നിനെ ആനിമേറ്റ് ചെയ്താൽ മതി. മറ്റതൊക്കെ വീണ്ടും ഇതിന്റെ പൊസിഷൻ ആനിമേറ്റ് ചെയ്യണം, ഇതിന്റെ പൊസിഷൻ ആനിമേറ്റ് ചെയ്യണം, ഇതിന്റെ പൊസിഷൻ ആനിമേറ്റ് ചെയ്യണം എന്നുള്ള പ്രശ്നമൊന്നുമില്ല. ഒറ്റ കാര്യം ആനിമേറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പിംഗ് ആണിത്. ഇതിന്റെ ഒരു വലിയ ഗുണം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അൺറിയൽ എഞ്ചിനിലെ ഗ്രൂപ്പിംഗ് സിസ്റ്റം. ഇതൊക്കെയാണ് എന്ന് പറയുന്നത് ടെക്നിക്കലി റോങ് ആണ്. ഇനിയും കുറച്ചും കൂടെ ഗ്രൂപ്പിംഗ് സിസ്റ്റംസ് ഉണ്ട്. എല്ലാം ഒന്നും നമ്മൾ നോക്കുന്നില്ല. ഇനി നമ്മൾ പറയാത്തൊരു ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൂപ്പിംഗ് സിസ്റ്റം അല്ല ടെക്നിക്കലി. അതെന്താന്നുള്ളത് നമ്മൾ പറയും. ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞ രീതിയും കൂടി നമ്മൾ ഗ്രൂപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. അതായിരിക്കും നമ്മൾ ഇനി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഗ്രൂപ്പിംഗ് സിസ്റ്റം. അതിനുവേണ്ടി ഒരു ക്ലാസ് പോരാ, 1, 2, 3, 4 ക്ലാസ്സുകൾ സെപ്പറേറ്റ് ആക്കി വെക്കണം എന്നുള്ളത് കൊണ്ടാണ് അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തുള്ളത്. പക്ഷെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത ഈ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ആ ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുണ്ട്. സോ അത് അതിനുവേണ്ടി മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പിവറ്റ് പോയിന്റ് ഇപ്പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ അടുത്തതിൽ ഒരു ഡോറൊക്കെ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ആ ഡോർ ആനിമേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്ലാസ് അല്ല, വേറൊരു ക്ലാസ് ആണെങ്കിലും കൂടി ആ ആനിമേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പിവറ്റ് പോയിന്റ് ഡോറിന്റെ സെന്റർ കടന്ന് തിരിഞ്ഞാൽ പോരല്ലോ. നമുക്ക് സെന്ററിൽ തിരിഞ്ഞ ഡോർ ഇല്ല എന്നല്ല, പക്ഷെ നമ്മുടെ ഡോർ സെന്ററിൽ കടന്ന് തിരിഞ്ഞാൽ പോരാ. നമുക്ക് കോർണറിൽ ഇങ്ങനെ തിരിയണം അല്ലെ. ഇതാണ് നമ്മുടെ ഡോർ എന്ന് വിചാരിക്കും. ഇവിടെ അങ്ങോട്ട് നിങ്ങൾ കാണുന്നില്ല, ഇവിടെ ആണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഇങ്ങനെ തിരിയണമെങ്കിൽ ഇവിടുത്തെ സെന്റർ പോയിന്റിലെ റൊട്ടേഷൻ പോരാ, നമുക്ക് ഈ കോർണറിൽ ഒരു റൊട്ടേഷൻ വേണം. അതിനുവേണ്ടി ഈ പാരന്റ് ആൻഡ് ചൈൽഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ആ പാരന്റ് ആൻഡ് ചൈൽഡ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ബ്ലൂ പ്രിന്റിന്റെ ക്ലാസ്സിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ മുന്നോട്ടേക്ക് പോകും. ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞത് നമ്മുടെ ഇതിന്റെ ജീവൻ എന്ന് വേണമെങ്കിൽ പറയാം. അൺറിയൽ എഞ്ചിനിൽ ഗെയിം ഉണ്ടാക്കുന്നതിന്റെ ജീവൻ ബ്ലൂ പ്രിന്റ് ആണ്. ഈ ബ്ലൂ പ്രിന്റുകളുടെ ഒരു 3-4-5 ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് കാണാനിരിക്കുന്നു. അതിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിട്ട് കണ്ടാൽ മതി. ഇത് നമ്മൾ ഇതുവരെ ബ്ലൂ പ്രിന്റ് തൊട്ടില്ലെങ്കിലും അതിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിട്ട് കണ്ടാൽ മതി ഈ ഒരു ക്ലാസ്. സോ ഈ ക്ലാസ് സ്കിപ്പ് ചെയ്ത് കളയരുത്. ഇതിപ്പോ ഞാൻ ഇതിന്റെ എൻഡിൽ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം, ആദ്യം പറയണമായിരുന്നു, പക്ഷെ ഞാൻ ഇൻട്രോയിൽ മറന്നുപോയി. പോട്ടെ, ഏതായാലും സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ ഞാൻ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമല്ലോ. അപ്പൊ തിരിച്ച് പോട്ടെ, അല്ലെങ്കിൽ ഔട്ട്രോവും ഇൻട്രോവും വെച്ചിട്ട് നമുക്ക് വീഡിയോ ഒരുപാട് ലാഗായി. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ